ഹായ്, നമസ്കാരം. ഫാസിലാണ്. നമ്മളെ വീടുകളിൽ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ചെറുപ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ കായ്ച്ച് നിൽക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തതോ അതുപോലെ ബഡ് ചെയ്തതോ എയർ ലെയർ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് പെട്ടെന്ന് കായ്ഫലം കിട്ടുക. അപ്പം നമുക്ക് പേരക്കയിലൊക്കെ എയർ ലെയറിങ് ചെയ്താൽ നല്ല രീതിയിൽ പേരക്ക കായ്ക്കും. കാരണം എയർ ലെയറിങ് ചെയ്ത ഒരു 2 മാസം 3 മാസം കൊണ്ട് തന്നെ പൂവിട്ട് അത് കായായിട്ട് മാറും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു എയർ ലെയർ ചെയ്ത ഒരു അറക്കാക്കിരം പേരാണ്. ഇതിൽ നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടേജിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. നല്ല പാകമായ പഴങ്ങൾ നമ്മൾ പറിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ പേരക്ക ചെടികളിൽ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്നതാണ് നമ്മൾ കാണുക. അപ്പോൾ എയർ ലെയറിങ് ചെയ്ത തൈകളാണെങ്കിൽ ഇത്ര ചെറു പ്രായത്തിൽ തന്നെ പെട്ടെന്ന് അത് പൂവിട്ട് നമുക്ക് കായ്ഫലം കിട്ടും. അപ്പോൾ എയർ ലെയറിങ് ചെയ്തത് കൊണ്ട് നമ്മളെ പ്ലാന്റിന് യാതൊരുവിധ ദോഷവും വരില്ല. കാരണം പ്ലാന്റ് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് തന്നെ പുതിയ ശീലങ്ങൾ വരും. അപ്പോൾ അതിൽ പൂവിട്ട് കായ് നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ അതിൽ മദർ പ്ലാന്റിൽ തന്നെ പൂവിടുന്ന അതേ ടൈമിൽ തന്നെ നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വെച്ച കമ്പിലും ഒരേ സമയത്ത് തന്നെ പൂവിട്ട് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടും. കാരണം മദർ പ്ലാന്റിൽ നിന്നും കിട്ടും, അതേപോലെ എയർ ലെയറിങ് ചെയ്ത തൈകളിൽ നിന്നും നമുക്ക് കായ്ഫലം കിട്ടും. അപ്പോൾ എയർ ലെയറിങ് ചെയ്യുന്ന അത്യാവശ്യം മൂത്ത കമ്പിലാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പേരക്ക മാത്രമല്ല, അത്തിയൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന അത്തിൻ്റെ പ്ലാന്റൊക്കെ എയർ ലെയറിങ് ചെയ്ത് വരുന്ന പ്ലാന്റാണ്. നട്ട് കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം കിട്ടും. അതുപോലെ തന്നെ എയർ ലെയറിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തളിരലകൾ വരുന്ന കമ്പുകൾ നമ്മളൊരു കാരണവശാലും എയർ ലെയറിങ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യം മൂത്തിട്ട് ഇതുപോലെ അടിയിൽ ബ്രൗൺ കളറിൽ തൊലി വന്നിട്ടുള്ള കമ്പുകൾ മാത്രമാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മദർ പ്ലാന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എയർ ലെയറിങ് നമ്മൾ ചെയ്യാൻ പേരക്കയിൽ മാത്രമല്ല എയർ ലെയറിങ് ചെയ്യുക, നമുക്ക് ചാമ്പയിൽ ചെയ്യുക, അതേപോലെ നാരകം ചെറുനാരങ്ങയിലൊക്കെ നമുക്ക് എയർ ലെയറിങ് ചെയ്യുക, സപ്പോട്ടയിലൊക്കെ എയർ ലെയറിങ് ചെയ്യുക, അതേപോലെ മാവിലും നമുക്ക് എയർ ലെയറിങ് ചെയ്യാം. മാവിലൊക്കെ മഴക്കാലത്ത് എയർ ലെയറിങ് ചെയ്യുന്നതാണ് നല്ലത്. മാവിൽ എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3 മാസമൊക്കെ റൂട്ടിങ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ചാമ്പലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 15 ദിവസം കൊണ്ട് തന്നെ നമുക്കതിൽ റൂട്ടിങ് വരും. ഇപ്പോൾ പേരയിലൊക്കെ 1 മാസം കൊണ്ട് നമുക്ക് റൂട്ടിങ് വരും. പക്ഷേ ചിലപ്പോൾ ഇതുപോലത്തെ തായ്വാൻ പിങ്ക് പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ടിങ് വരാൻ വേണ്ടിയിട്ട് ഒരു 45 ദിവസമെങ്കിലും നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മദർ പ്ലാന്റ് ഇതാണ്. ഇതൊരു തായ്വാൻ പിങ്ക് പേരാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ എയർ ലെയറിങ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പേരക്ക ചെടികളിൽ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ എയർ ലെയറിങ് ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല ഷാർപ്പുള്ളൊരു കത്തിയാണ് എടുക്കേണ്ടത്. അതുപോലെ കത്തിയിലൊന്ന് അലവേറ തേച്ചതിന് ശേഷം നമ്മൾ ലെയർ ചെയ്യാനുള്ള സ്റ്റിക്ക്, ഇതാണ് നമ്മളെ സ്റ്റിക്ക്. അപ്പോൾ സ്റ്റിക്കിൻ്റെ അടിഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചുറ്റിലായിട്ട് നമുക്ക് അതിനൊരു റൗണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ റൗണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തടിൻ്റെ മേലെ കത്തി തട്ടാത്ത രൂപത്തിൽ മേൽത്തൊലിയിലാണ് നമ്മൾ റൗണ്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ചുറ്റിലായിട്ട് ഒരേ രൂപത്തിൽ തന്നെ നമുക്ക് അത് റൗണ്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ താഴത്ത് ഈ റൗണ്ട് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ താഴത്ത് റൗണ്ട് ഇട്ടതിൻ്റെ ശേഷം ഒരു 2-3 സെൻറ്റിമീറ്റർ 1 ഇഞ്ചിൻ്റെ താഴെയായിട്ട് മേൽഭാഗത്തും നമുക്ക് ഇതേപോലെ തന്നെ ചുറ്റിലായിട്ട് നമുക്ക് റൗണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം തടിൻ്റെ മേലെ നമ്മൾ തട്ടാൻ പാടില്ല. നമ്മൾ ആ മേൽത്തൊലി മാത്രമാണ് നമ്മൾ ജസ്റ്റ് റൗണ്ട് ഇട്ട്, കാരണം റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ സ്ട്രൈറ്റ് ആ മേലത്തെ റൗണ്ട് ഇട്ടതിൻ്റെ മേലെ താഴത്തെ റൗണ്ട് ഇട്ട അതിലേക്ക് നീളത്തിലായിട്ടൊരു ചെറിയൊരു കീറലിട്ട് കൊടുക്കുക. അപ്പോൾ ഈ കീറലിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചെത്തി കൊടുക്കുക. നമുക്കിത് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുന്നതാണ്, പക്ഷേ ചില ടൈമിൽ നമുക്കത് അടർത്തിയെടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അടർത്തിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ നൈസ് ശ്രദ്ധിച്ചും കൊണ്ട് ചെറുങ്ങനായിട്ട് ആ തോല് മാത്രം ഇങ്ങനെ വെല്ലെ ചെത്തിയെടുക്കാം. ഇനി ചെത്തിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചുരണ്ടിയിട്ടാണെങ്കിലും എടുത്താൽ മതി. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ചുരണ്ടി കൊടുക്കാം. കാരണം ഇതിൻ്റെ തോല് പോയി കഴിഞ്ഞാലും ഒരു പാട പോലെ ഇതിൽ പറ്റിക്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പാട പോലത്തെ ചെറിയ തോലും നമ്മൾ ഇതേപോലെ ചുരണ്ടി ഒഴിവാക്കി വെക്കുക. അപ്പോൾ 2 തലക്കിലും ഒരേ ലെവലിൽ തന്നെ നമുക്ക് ആക്കി കൊടുക്കണം. കാരണം നമുക്ക് ഇതിൻ്റെ റൂട്ടിങ് വരുന്നത് മേൽഭാഗത്തു നിന്നാണ്, അടിഭാഗത്തു നിന്നല്ല നമുക്ക് റൂട്ടിങ് വരിക. ഈ മേൽഭാഗത്തു നിന്നാണ് നമുക്ക് ഇതിന് റൂട്ടിങ് വരിക.
അപ്പോൾ ഇതിലേക്ക് വരുന്ന ചില ഓവറായിട്ട് വരുന്ന പ്രോട്ടീനുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി അത്യാവശ്യം വളരാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ മാത്രമേ ഇനി ഇതിലേക്ക് വരുള്ളൂ. അതിനുശേഷം നമ്മൾ പുറത്ത് കാണുന്ന വിധത്തിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നമ്മളിപ്പോൾ ഈ ലെയർ ചെയ്യാൻ വേണ്ടി ചുരണ്ടിയ സ്റ്റിക്കിൻ്റെ തായ് ഭാഗത്തായിട്ട് ഇങ്ങനെ ചുരുട്ടി വെക്കുക. വെച്ചാൽ ചുരുട്ടി അവിടെ ഒന്ന് മറ്റേ നമ്മുടെ കേബിൾ ടൈ വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാവരും ഇത് കയറ് കൊണ്ട് കെട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ കേബിൾ ടൈ ആണ് ഉപയോഗിക്കുന്നത്. കേബിൾ ടൈ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കയറ് കൊണ്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഇത് കെട്ട് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിടിപ്പിക്കുന്ന മണ്ണ് അതേപടി താഴോട്ടേക്ക് പോകും. അപ്പോൾ ഇത് താഴത്തും മേലും ഇതുപോലെ കേബിൾ ടൈ വെച്ചിട്ട് നമ്മൾ ടൈറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നടുവിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറ് കൊണ്ട് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടുന്ന പോട്ടി മിക്സ് നമുക്ക് പുറത്ത് പോവാതെ അതിൽ തന്നെ ഒരു കുമ്പിൾ രൂപത്തിലായി കിട്ടും. അപ്പോൾ നമ്മളിത് കേബിൾ ടൈ വെച്ച് ടൈറ്റ് ആക്കിയതിന് ശേഷം കവർ ഒരു കുമ്പിൾ രൂപത്തിലാക്കി. അപ്പോൾ ഇതിന് റൂട്ടിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ ചകിരിച്ചോറ്, അതേപോലെ കുറച്ച് ചാണകപ്പൊടി, ഒരു സ്വല്പം മണ്ണ്. കാരണം മണ്ണ് എന്തിനാ വെച്ചാൽ ഇത് നമുക്കിങ്ങനെ ബോളാക്കിയാൽ ഇതിങ്ങനെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലേശം മണ്ണ്. റൂട്ടിങ് വരാൻ ചകിരിച്ചോറ് മാത്രമായാലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ വെള്ളം നനവ് വേണ്ടത് നമ്മളിങ്ങനെ പീഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഇറ്റുന്ന രൂപത്തിലുള്ള ഒരു നനവ് ഇതിനെപ്പോഴും വേണം. അപ്പോൾ നമ്മൾ കവർ നേരത്തെ അടിയിൽ കേബിൾ ടൈ അടിച്ചിട്ട് ഇതേപോലെ കുമ്പിളാക്കിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള നമ്മളെ പോട്ടി മിക്സ് ഇതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ ആയിട്ട് നമുക്കിത് നിറച്ച് കൊടുക്കുക. കാരണം നമ്മൾ നേരത്തെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചുരണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്താണ് ഇത് മണ്ണ് പോട്ടി മിക്സ് കറക്റ്റായിട്ട് നമുക്ക് വരേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇത് കറക്റ്റ് ബോളായിട്ട് നിൽക്കുന്ന രൂപത്തിൽ ചുറ്റിലും മണ്ണ് നിറയ്ക്കുന്ന രീതിയിൽ ആയിട്ട് നമുക്ക് ഈ കുമ്പിളിന് മണ്ണ് നിറച്ച് നല്ല ടൈറ്റാക്കിയിട്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് ഈ കവറ് നല്ല രീതിയിലായിട്ട് ടൈറ്റാക്കി ചുരുട്ടി വെക്കാം. എന്നിട്ട് അത് ചുരുട്ടി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ താഴത്ത് കേബിൾ ടൈ കൊടുത്ത പോലെ തന്നെ മേലെ അതേപോലെ കേബിൾ ടൈ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് ടൈറ്റാക്കി വെക്കാം. എന്നുവെച്ചാൽ മണ്ണ് നമ്മൾ ഇതിൽ നിറയ്ക്കുന്ന പോട്ടി മിക്സ് യാതൊരു കാരണവശാലും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. കാരണം 40-45 ദിവസം വരെ ഇത് ഇതേ രൂപത്തിൽ തന്നെ നിൽക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ടൈറ്റായിട്ട് ഇത് കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മണ്ണ് ഇപ്പോൾ എന്തെങ്കിലും കാരണത്താൽ അത് പൊട്ടി താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന റൂട്ടിങ് കറക്റ്റായിട്ട് വരില്ല. കാരണം ഇതിൽ ആ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ ഈർപ്പം നിന്നാൽ മാത്രമേ നമുക്ക് അതിൽ റൂട്ടിങ് വരുള്ളൂ. അപ്പോൾ നമ്മൾ നിറയ്ക്കുന്ന പോട്ടി മിക്സ് പുറത്ത് പോവാത്ത വിധത്തിലായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറും കൂടി ഇതിൻ്റെ മേലെ ചുറ്റിയിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത പ്ലാസ്റ്റിക് കവറാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉറപ്പുള്ള നല്ല പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ടാണ് ഞാൻ ഒരു കവർ തന്നെ ചുറ്റിയിട്ട് കെട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് നല്ല രീതിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 15 ദിവസം 20 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കിതിൽ വേരുകൾ വരുന്നത് കാണാം. അപ്പോൾ അത്യാവശ്യം വേര് വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്യണതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു വി ഷേപ്പിൽ നമ്മളൊന്ന് ചെറുങ്ങനെ ചെത്തി കൊടുക്കുക. അപ്പോൾ ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു മാസം കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഇതിന് റൂട്ടിങ് വരും. അപ്പോൾ ഇത് തായ്വാൻ പിങ്ക് പേരായതുകൊണ്ട് ഇത് റൂട്ടിങ് വരാൻ വേണ്ടിയിട്ട് പൂർണ്ണ രൂപത്തിലാവാൻ വേണ്ടിയിട്ട് ഒരു 45 ദിവസം എടുക്കുന്നുണ്ട്. സാധാ പേരകളിലൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു 30 ദിവസം കൊണ്ട് തന്നെ ഇത് റൂട്ടിങ് വരുന്നതാണ്. അപ്പോൾ റൂട്ടിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇവിടെ ഒരു വി ഷേപ്പിൽ നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ചെറുങ്ങനെ ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ റൂട്ടിങ്ങിലേക്ക് വരും. അതിന് ശേഷം ഇത് ഫുൾ റൂട്ടിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. പ്രൂണിംഗ് നൈഫ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പോട്ടി മിക്സ് ഒരു ഇതിൽ നിറച്ച ഗ്രോ ബാഗിൽ നിറച്ചതിന് ശേഷം ചെറിയൊരു കുഴി എടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഈ കവർ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലെ റൂട്ടിങ് വേര് പൊട്ടാതെ വേണം ഇത് റിമൂവ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെ ലെയർ ചെയ്ത് വെച്ചതൊക്കെ ഞാൻ നട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ ഈ കവർ റിമൂവ് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ വേരുകൾ പൊട്ടാതെ ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേരുകൾ പൊട്ടാതെ തന്നെ നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ട് ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് അത് നട്ട് കൊടുക്കുക. നട്ട് കൊടുത്തിട്ട് നമുക്കൊരു മാസം വരെ നല്ല വെയിലത്ത് ഇത് വെക്കരുത്. ഒരു 3 ആഴ്ച മിനിമെങ്കിലും വെയിലത്ത് വെക്കാതെ തണലുള്ള സ്ഥലത്ത് നമ്മളിത് മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം ഇതിൽ ഈർപ്പുള്ളത് കൊണ്ട് ഇത് വേര് റൂട്ടിങ് വരാനുള്ള നനവും ഈർപ്പും ഇതിൽ ഓൾറെഡി ഉണ്ടാവും.
ഇനി നല്ല വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ ചെറുങ്ങനെ വെള്ളം ഇതിൻ്റെ മേലെ കൂടി നമുക്ക് ഇറ്റിച്ചു കൊടുക്കാം. അതെപ്പോഴും വേണ്ട, ഓവറായിട്ട് നനവിൻ്റെ ആവശ്യമില്ല. അതിൽ തന്നെ ഈർപ്പം അത്യാവശ്യം അതിൻ്റെ റൂട്ടിങ് വരാനുള്ള ഈർപ്പം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ജപ്പാൻ റെഡ് ഡയമണ്ട് അതുപോലത്തെ പേരകളൊക്കെ കൂടുതലായിട്ടും ഗ്രാഫ്റ്റ് ചെയ്യാറ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ലെയർ ചെയ്ത ഒരുപാട് ടൈം നമ്മൾ കാത്തു നിൽക്കണം. അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ പേരത്തൈയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് വരാനുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കായ്ഫലം കിട്ടൂല. അപ്പോൾ എന്താ ബുദ്ധിമുട്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ജപ്പാൻ്റെ ഒരു റെഡ് ഡയമണ്ട് പേരാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പേരത്തൈയാണ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിൻ്റെ റൂട്ട് സ്റ്റിക്കിന്ന് ഇവിടുന്ന് ഒരു കിളിർപ്പ് പൊട്ടി വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ വളരാൻ വേണ്ടി തുടങ്ങുന്നതാണ്. കാരണം ഇതിൻ്റെ റൂട്ട് സ്റ്റിക്ക് വേറെ ഏതെങ്കിലും ഒരു പേരത്തൈൻ്റെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇതിന്ന് വരുന്ന തെളിർപ്പ് നമ്മൾ വളരാൻ വേണ്ടി ശ്രമിച്ചാൽ ഇതിൻ്റെ മേലോട്ടുള്ള നമ്മൾ കാര്യമായിട്ട് നമ്മൾ നട്ടിട്ടുള്ള ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള റെഡ് ഡയമണ്ട് പേരയിലേക്കുള്ള വളർച്ച മുരടിച്ച് വരും. അതുമാത്രമല്ല, ഇതിലുണ്ടാകുന്ന കായ്, ഇപ്പോൾ ഈ താഴത്തുനിന്ന് വരുന്ന കിളിർപ്പിലുണ്ടാകുന്ന കായ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പേരായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഗ്രാഫ്റ്റ് ചെയ്ത റൂസ്റ്റിക്കിൽ നിന്ന് വരുന്ന തെളിർപ്പുകൾ നമ്മളെപ്പോഴും ഒടിച്ചിട്ട് കൊടുക്കണം. അത് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കരുത്. അതുപോലെ ഇത് കണ്ടില്ലേ, ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വെറിഗേറ്റഡ് സപ്പോർട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തുനിന്ന് കിളിർത്ത് വരുന്നത് വേറെ ഒരു സപ്പോർട്ടിൻ്റെ ഒരു ഇലകളാണ് കാണുന്നത്. നിങ്ങൾ കണ്ടില്ല, കാരണം ഇതിൻ്റെ റൂസ്റ്റിക്ക് വെറിഗേറ്റഡ് സപ്പോർട്ടിൻ്റെ ആയിരിക്കില്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേറെ ഒരു സപ്പോർട്ടിൻ്റെ ലീഫാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇത് നമ്മൾ എപ്പോഴും പൊട്ടിച്ചിട്ട് കൊടുക്കണം. കാരണം ഈ തെളിർപ്പ് നമ്മൾ വളരാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലോട്ടുള്ള വളർച്ച മുരടിച്ചു പോവും. പിന്നെ അത് മാത്രമല്ല, ഇത് പൊട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചെറിയ ബോഡോ മിശ്രിതം എന്തെങ്കിലും തേച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊട്ടിച്ച ഭാഗത്ത് കൂടെ വെള്ളം കയറിയിട്ട് അവിടെ ഫംഗൽ ബാധ വന്ന് പ്ലാന്റ് നശിച്ചു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പേരക്ക തൈകൾ നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്ന ടൈമിൽ കായ്ച്ച മദർ പ്ലാന്റിൽ നിന്ന് എയർ ലെയറിങ് ചെയ്യുന്നതാണ് നല്ലത്. കായ്ക്കാത്ത മദർ പ്ലാന്റിൽ നിന്നും നമുക്ക് എയർ ലെയറിങ് ചെയ്യാം. പക്ഷെ കായ്ച്ച മദർ പ്ലാന്റ് നമ്മൾ എയർ ലെയറിങ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് കായ്ഫലം കിട്ടുക. ഇപ്പം നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ എയർ ലെയർ ചെയ്ത പേരക്ക തൈകൾ വാങ്ങുമ്പോൾ അത് കായ്ച്ചതാണോ കായ്ക്കാത്തതാണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മളെടുത്ത് വന്ന് അത് കായ്ച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് കായ്ച്ച മദർ പ്ലാന്റിൽ നിന്നിട്ട് എയർ ലെയറിങ് ചെയ്ത തൈകളാണെന്നുള്ളത്. അതുപോലെ നിങ്ങളെ വീട്ടിലും ഇതേപോലെ കായ്ച്ചിട്ടുള്ള പേരക്കൻ്റെ തൈകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മൂത്ത കമ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഈസി ആയിട്ട് എയർ ലെയറിങ് ചെയ്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ ഒരേ ടൈമിൽ തന്നെ നമുക്ക് ഇതിന്നും കായ്ഫലം മദർ പ്ലാന്റിൽ നിന്നും കിട്ടും. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള തൈകളിൽ നിന്നും നിങ്ങൾക്ക് കായ്ഫലം കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്